ഒറ്റയ്ക്ക് റഫീഖോടെ മതിയായി. അയാളൊപ്പമുള്ള ജീവിതം എനിക്ക് മതിയായി. അന്നെ ഓന്റെ കൂടെ നിക്കായി തയ്ക്കാൻ ഞാൻ കേട്ട ചീത്തപ്പേര് എത്രന്നറിയോ? കാലാകാലത്തും അന്യം തലക്കേറ്റി നടന്നാ പോരെനിക്ക്. അയാളൊരു മനുഷ്യനല്ലുമ്മ. രാത്രി എന്നെ ഒരുപാട് തല്ലി. അപ്പൊ തന്നെ കാറും എടുത്തു പോയി. ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാ ഈ ഇങ്ങോട്ട് ഇറങ്ങി പോന്നല്ലേ? കെട്ടിയോന്റെ കൈ കൊണ്ട് തല്ലുകൊണ്ടെങ്കിലേ അത് പെണ്ണിന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. ഒരുമ്പട്ടോള് പറയുമ്പോ ഈ മുറ്റത്ത് കണ്ടുപോരുത്. കയറോ എന്തായി കാണിച്ചത്? നാട്ടുകാരിടയില് പാപ്പാക്ക് മാനക്കേട് ഉണ്ടാക്കുകയാണോ? ഷക്കീലാനെ ഇവിടെ കണ്ട സർവണത്തിനെ കൈ കാലം ഞാൻ വെട്ടും. പണിയോടോ ഒന്നും രണ്ടും പറയുമ്പോ ഒരാവേശന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നാ ഇനി ഒരാവേശന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ പെൺകുട്ടിയേക്ക്? കെട്ടിയോന്റെ കാലടിച്ചോട്ടിലാ പെണ്ണിന്റെ സ്വർഗം. ഇത്താത്ത ഒന്ന് സന്തോഷിച്ചു കാണാൻ എത്ര ആള് കണ്ണീര് കുടിച്ചെന്നറിയോ? ഇപ്പോഴും അത് പറ്റിയിട്ടില്ല. കടവത്തെ കാവൽപ്പുരയിലും പള്ളിയിലും ആ കണ്ണീര് വീഴുന്നുണ്ട്. ഇവിടെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഷക്കിലാന്റെ ഒപ്പം എന്റെ കെട്ടിയനാന്നും പറഞ്ഞ് ഇനി മുറി വരരുത്. ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. അബ്ദൂന് പറഞ്ഞോലൊക്കെ ഇഷ്ടം എന്റെ ഷക്കീലാനെ.
കുട്ടിമൂസേ ഈറി മുറിച്ച മയ്യത്താണ്, വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. മയ്യത്തെടുക്കാൻ പോവാ, കാണാത്തവരാരെങ്കിലും വന്ന് കണ്ടോളി. റബ്ബ് തന്ന റൂഹ് സമയമാകുമ്പോ ഓൻ തന്നെ തിരിച്ചെടുക്കും. നമ്മൾ അടിയാന്റെ അടുത്തല്ലേ കണക്ക് തെറ്റുള്ളൂ. എന്നാലും ഇത്ര അങ്ങോട്ട് വിചാരിച്ചില്ല. മരിച്ചുപോയതിന്റെ സങ്കടം കുറെ കരഞ്ഞാലെങ്കിലും തീരും. മാനം കെട്ടല്ലോടോ. അതെന്ത്? നസീമാന്റെ കാര്യം വാക്ക് പറഞ്ഞല്ലേ, എന്ത് ചെയ്യും? ഒരു വസ്തു ചെയ്യാനില്ല, വേഗം അങ്ങോട്ട് കൂട്ടി ഏൽപ്പിച്ചു കൊടുക്കന്നെ. കമ്മിറ്റി മെമ്പർമാരെ വില കൊടുത്ത് വാങ്ങിയിട്ടെങ്കിലും പ്രസിഡന്റ് ആകുമെന്ന് വിചാരിച്ചു. അൻപോടെ അടുത്ത് പറഞ്ഞില്ലേ മാങ്ങന്റെ പുളി? ഞാൻ അന്നേ പറഞ്ഞതാണ് കണ്ണ് കണ്ട് അതും ഇതും വിളിച്ചു പറയണ്ടാന്ന്. അല്ല അത് പെങ്ങളും പറഞ്ഞിട്ട് പലല്ലാന്ന് കൂട്ടിക്കോളെ. ഫക്രുദ്ദീൻ ഹാജിനെ ആജീവനാന്തം പ്രസിഡന്റ് ആയിട്ട് പണ്ടേ തെരഞ്ഞെടുത്തതാണെന്ന് പടച്ചോനിക്കല്ലാണ്ട് ആർക്കറിയും? പടച്ചോനല്ലോ തെരഞ്ഞെടുത്തത്. ഈ മഹലിലെ കുറെ താഴേപ്പിക്കണ്ട. പള്ളിക്ക് സ്ഥലം കൊടുത്തതും പള്ളി എടുപ്പിച്ചതും മൂപ്പരാണല്ലോ, സ്വാലിയായ അമലുവാണ്. അതുകൊണ്ട് മൂപ്പർ ഉള്ള കാലം വരെ പ്രസിഡന്റ് മൂപ്പർ തന്നെയാണ് അന്നത്തെ കമ്മിറ്റിക്കാരെ ഇത് റെക്കോർഡാക്കി. അതൊരു തെറ്റല്ലല്ലോ. ഇങ്ങനെ അലാക്കുള്ള ഓരോ അനക്ക് നേരത്തെ അറിയില്ല. അതിന് ഞമ്മക്ക് രണ്ടാക്കും വെള്ളിയറിനാളും വെള്ളിയാഴ്ച ഒന്നിച്ച് വന്നാൽ തന്നെ പള്ളിക്ക് ഒരു നല്ല ശീലമുണ്ടോ? അത് വിട്. പറഞ്ഞ വാക്കിന് ജമാല് വന്നാ നിങ്ങൾ ഈ വാശി വിടീന്ന്. നസീമാന്റെ മനസ്സിലിപ്പം നിറച്ചും ജമാലാണ്. ചെറുപ്പക്കാര് കുട്ടികളാണ്. തുമ്പിനെ വേണമെന്ന് പറഞ്ഞാൽ പകരം ദുനിയാവ് മുഴുവൻ കുപ്പിയിലാക്കി കൊടുത്താലും ഓൽക്ക് തീർപ്പതിയാവില്ല. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി ഇത് നിങ്ങൾ അങ്ങോട്ട് നടത്തി കൊടുക്കി. ഷക്കീലാന്റെ കാര്യത്തിൽ തന്നെ വന്ന നഷ്ടം ഇനിയിപ്പോ തീർത്താ തീരുവോ? ഇക്കന്റെ സ്വത്തിനും മുതലിനും ഒക്കെ അവകാശമായിട്ട് ഓളൊന്നല്ലേ ഇനി ഉള്ളൂ. ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വലിയകത്തേക്ക് നമ്മൾ മീനും കൊണ്ട് പോണം. കുട്ടികളുടെ സന്തോഷം എന്താച്ചാ അതിന് എന്റെയും സന്തോഷം. പക്ഷെ ഇത് ഒന്നുമില്ല, വലിയ ആളും ബഹളും ഒന്നുമില്ലാതെ ജമാല് പോയി ഓളം കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാ, അത്ര തന്നെ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാവുന്ന സമയമൊക്കെ താമസിച്ചു പോയില്ലേ? ഞമ്മടെ വിധിപ്രകാരം ഇനിയൊരു നിക്കാഹ് കഴിക്കാതെ അതിന് പറ്റൂലല്ലോ. നസീമാനെ മറ്റാരെങ്കിലും കെട്ടി അയാളും സ്വമനസാല ഒഴിഞ്ഞെങ്കിലല്ലേ ജമാലിനോളെ രണ്ടാമത് നിക്കാഹ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാപ്പോ വലിയ കാര്യം. ആരെങ്കിലും ഒരുത്തനെ പിടിച്ച് ചടങ്ങ് നിർത്തിച്ച് ഒരു ഇടക്കിട്ടിച്ച് ഓണിക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി ഒരു റെക്കോർഡ് ഉണ്ടാക്കിച്ചാ പോരെ? പടച്ചോൻ വെറുത്ത ഒരു ഏർപ്പാടാത്. പടച്ചോൻ പുറത്തോളും, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. ആ ഇപ്പൊ പൊരയിലേക്ക് ഞാൻ പോരുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇടക്കെട്ട് കെട്ടാനും ചടങ്ങ് നിൽക്കാനും ഒക്കെ ഇക്കാലത്ത് ആളെ കിട്ടുമോ? മെമ്പറെ കുട്ടിമൂസ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് അതേ ഒരു ബൈ കാണുന്നുള്ളൂ. ഞമ്മളെ അബ്ദുനെ വിളിച്ച ഒന്നും വന്നോളൂ. വേണ്ടാന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യം നടക്കണ്ടേ? ഞാൻ ഒരു പേരില് എന്റെ കുട്ടി കഷ്ടപ്പെടണോ? എന്തായാലും അത് നടക്കൂല. ഒരിക്കൽ പറഞ്ഞു വിട്ടതല്ലേ, ഇനി വിളിച്ചാവും വരുമെന്ന്. ആ തോണിക്കാരൻ സേതുക്കാനെ കൊണ്ട് പറയിപ്പിച്ചാല് കാര്യം നടക്കുന്ന മെമ്പർ പറഞ്ഞ്. ഞമ്മള് തീറ്റിപ്പോറ്റി വളർത്തിയല്ലേ, ഓ വരാതിരിക്കൂല.